ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ദേ ഈ ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഒന്ന് കണ്ടാലോ നമുക്ക്. അതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ, എങ്കിലേ എനിക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. ഞാനിവിടെ ഷോർട്സിനോ അല്ലെങ്കിൽ ബാഗി ജീൻസിനോ ഒക്കെ പെയർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ. ആദ്യം ഞാനാണെങ്കിൽ മെറ്റീരിയൽ ആണെങ്കിൽ 2 ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് യോക്കിന് വേണ്ടിയിട്ട്, ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിവിടെ വേണ്ട ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ 15 ഇഞ്ചാണ്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ അടുത്ത് നിന്ന് എത്ര ഇറക്കമാണോ വേണമെന്ന് വെച്ചാൽ അത് അളക്കാം. എനിക്കിവിടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 22ഉം വേസ്റ്റ് വരുന്നത് 22.5യുമാണ്. ഇതിന് നെക്ക് വിട്ട്, അതായത് ഞാനിവിടെ സ്ട്രാപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സ്ട്രാപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് എത്ര വ്യത്യാസത്തിൽ വേണമെന്ന് വെച്ചാൽ 5.5യും. എനിക്ക് ഇതിനകത്ത് യോക്ക് കട്ടിങ് വരുമല്ലോ, അത് 9.5 ഇഞ്ചുമാണ് വേണ്ടത്. അപ്പോൾ ആ യോക്ക് പോർഷനിൽ നിന്ന് സ്ട്രാപ്പ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് 5.5യാണ് തുണി കട്ട് ചെയ്യേണ്ടത്. 5.5യുടെ കൂടെ തയ്യൽ തുമ്പ് ഞാൻ 1 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ആ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 6.5 ഇഞ്ച് വേണം. അപ്പോൾ അതേ നമ്മൾ നേരത്തെ ആ 2 ക്ലോത്ത് നടുക്കൂടെ മടക്കി ഇട്ടിട്ടുണ്ടല്ലോ, അതിന് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു ക്ലോത്ത് തന്നെ 4ആയിട്ട് മടക്കിയത് കൊണ്ട് 2 പീസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരുമിച്ച് ജോയിൻ്റ് ആയിട്ടിരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം 2 പീസ് തന്നെ കിട്ടും. എനിക്കിവിടെ എന്നിട്ട് യോക്ക് കട്ട് ചെയ്യാനായിട്ട് വേണ്ടുന്നത് 6.5 ഇഞ്ചാണ്. തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ആ 6.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ചെസ്റ്റ് 22 അല്ലേ, അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 23.5 കിട്ടും. ഞാൻ 1.5 ഇഞ്ചും കൂടാണ് തയ്യൽ തുമ്പായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 24 കിട്ടും. 23.5 കിട്ടുന്നത് റൗണ്ട് ചെയ്ത് നമുക്ക് 24ആയിട്ട് എടുക്കാം. 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് നമ്മൾ ഒരു ക്ലോത്തിനെ നമ്മൾ 2ആയിട്ടല്ലേ മടക്കി ഇട്ടേക്കുന്നത്. അന്നേരം 4 വശത്തായിട്ട് വരുമ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് 6ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അന്നേരം ഞാൻ അവിടെ 6 രണ്ടിടത്തും മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ താഴത്തെ ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒരു സ്ലാൻഡിങ്, ഒരു ചരിച്ചൊരു വര കൊടുക്കുക. അതായത് നമ്മുടെ സൈഡ് പക്ഷേ ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ആ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മുടെ യോക്കിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ടിലത്തേക്ക് കണ്ട ഇപ്പോൾ 2 പീസ് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും വേണ്ടിയിട്ട്. അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് യോക്കിൻ്റെ അടുത്ത് താഴോട്ട് ആ ഫ്രില്ല് കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം എത്ര വേണമെന്ന് നോക്കാം. അതായത് നമുക്ക് ടോട്ടൽ ലെങ്ത് വരുന്നത് 15 ഇഞ്ചാണ്. അതിനകത്തുനിന്ന് നമ്മളിപ്പം യോക്കിൻ്റെ ഭാഗം ഇപ്പോൾ 9.5 എടുത്തിട്ടുണ്ട്. അപ്പോൾ 9.5 15-നകത്തും കുറയ്ക്കുമ്പോൾ പിന്നെ 6.5യാണ് വേണ്ടത്. ആ 6.5യുടെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 7.5. ഇനി നമുക്ക് ആ ഗാദേഴ്സ് കൊടുക്കുന്ന ഭാഗം നോക്കാം. അതായത് ആ പ്ലീറ്റ് വരുമല്ലോ, ആ പ്ലീറ്റ് വരുന്ന ഭാഗം ഇവിടെ ഞാനാണെങ്കിൽ ഒരു 30 ഇഞ്ച് വരുന്ന ഒരു ക്ലോത്ത് 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്, കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 7.5 ഇവിടെ കൊടുക്കുവാണ്. നമുക്ക് ഫ്രോക്കായിട്ട് വേണമെങ്കിൽ ഇവിടെ നമുക്ക് നീളത്തിൽ എത്ര വേണമെന്ന് വെച്ചാൽ 7.5 കൂട്ടിയിട്ട് 15 അല്ലെങ്കിൽ എത്ര നീളം വേണമെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 2 എണ്ണം കട്ട് ചെയ്തെടുക്കുന്നത്, അതായത് ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് അങ്ങ് വരച്ചിട്ട് കട്ട് ചെയ്യുവാണ്. ഇപ്പം നമുക്ക് വേണ്ട ഇങ്ങനെ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ട് 2ആയിട്ട് മടക്കിയ ഒരു ക്ലോത്താണ് ഇത്. നമ്മൾ സ്ട്രാപ്പിന് വേണ്ടിയിട്ടാണ്. സ്ട്രാപ്പ് ഞാനിവിടെ ന്യൂഡിൽ സ്ട്രാപ്പാണ് കൊടുക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് വീതിയിൽ 2 സ്ട്രിങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് 4 വള്ളിയാണ് വേണ്ടുന്നത്, അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ച് വീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 എണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നടുക്കൂടെ കട്ട് ചെയ്ത് 4 എണ്ണം ആക്കി എടുക്കാം. അതെ, ഈ 1 ഇഞ്ചിന് നമുക്ക് നടുക്കൂടെ മടക്കിയിട്ട് ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓപ്പണിങ്ങും കൊടുത്തിട്ട് വേണം. ഇങ്ങനെ 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തിരിച്ചിടാനും വേണ്ടിയിട്ട് ഒരു സൂചിയാണ് എടുക്കുന്നത്. ഒരു സൂചിയിൽ നല്ല കട്ടിക്ക് നൂല് കിട്ടിയിട്ട് അവിടെ ഒരു എൻഡിൽ നോട്ട് കൊടുത്തിട്ട് സൂചി ഉള്ളിലോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. അന്നേരം ഈ ഡോറി നമുക്ക് നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ 2 വള്ളി ഞാൻ ഇതേപോലെ ആക്കിയിട്ട് 4 വള്ളിയാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും മെഷർമെൻറ്റിൽ എടുക്കാം. നീളം കൂട്ടണമെങ്കിൽ നീളം കൂട്ടാം, അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഞാനിവിടെ കെട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു മോഡലായത് കാരണം കുറച്ച് നീളത്തിലെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നടുക്കൂടെ കട്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ 4 എണ്ണം ആകുന്നത്. ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തത് കൊണ്ടാണ് നടുക്കൂടെ കട്ട് ചെയ്യേണ്ടി വന്നത്. എന്നിട്ട് നമ്മളിപ്പം നേരത്തെ ആണെങ്കിൽ യോക്ക് കട്ട് ചെയ്തല്ലോ, ആ കട്ട് ചെയ്തതിൽ നമ്മുടെ നെക്ക് വിട്ട് വരുന്നത് 5.5 ഇഞ്ചല്ലേ. അപ്പം ഇത് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് 2.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.
അവിടാണ് നമുക്ക് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യേണ്ടത്. 2.25 ഇഞ്ചാണ് നടുക്കൂടി മടക്കിയിട്ടിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് ഈ സ്ട്രാപ്പ് വെച്ചിട്ട് നേരത്തെ ഞാൻ ഈ യോക്ക് കട്ട് ചെയ്ത സെയിം അളവിൽ തന്നെ 2 ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ സ്ട്രാപ്പ് ഇങ്ങനെ വെച്ചിട്ട് മുകളിൽ ലൈനിങ് വെച്ചിട്ട് ആ മുകളിൽ കൂടി അറ്റത്തുകൂടി ഇങ്ങനെ 1/2 ഇഞ്ച് വിട്ടിട്ട് അടിച്ചെടുക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരെ ഇടുമ്പോൾ നന്നായിട്ട് പറ്റും. ഇത് ഞാനിപ്പോൾ ബാക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ബാക്കിലൊരു ഹുക്ക് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് ഇടാനും ഊരാനും ഒക്കെ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ഞാനൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നടുക്കൂടി ഫോൾഡ് ചെയ്തിട്ട്, എന്നിട്ടൊരു 4 ഇഞ്ചിൽ ഒരു ചരിച്ചൊരു വി പോലൊരു വര കൊടുക്കുന്നുണ്ട്. 1/4 ഇഞ്ച് വിട്ടിട്ടുള്ള, ഒത്തിരി ഒന്നും വിടേണ്ട ആവശ്യമില്ല. എന്നിട്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഡോറി ഉണ്ടാക്കിയില്ലേ, അതുപോലൊരു ചെറിയൊരു പീസും കൂടെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വളച്ച് വെക്കണം ഹുക്ക് കൊടുക്കാനായിട്ട്. ഹുക്കല്ല, ഇങ്ങനെ ഒരു ബട്ടനകത്തൂടെ ഇങ്ങനെ കെട്ടിയിടുന്നൊരു ലൂപ്പ് ഉണ്ടല്ലോ, ആ ലൂപ്പ് കൊടുക്കാനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ കട്ട് ചെയ്തിരുന്ന ഒരു 2.5 ഇഞ്ച് അകലത്തിൽ മാർക്ക് 2.25 ഇഞ്ച് അകലത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെയും നമ്മൾ ആ സ്ട്രാപ്പ് വെച്ച് കൊടുക്കണം. ഇത് ബാക്ക് പോർഷനാണ് കാണിക്കുന്നത്. എന്നിട്ട് ലൈനിങ്ങിന് നേരത്തെ കട്ട് ചെയ്തായിരുന്നല്ലോ, ആ ലൈനിങ് മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഈ കട്ട് ചെയ്ത ഷേപ്പിന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് ആ ഡോറി എവിടേക്ക് ആ സ്ട്രാപ്പ് വരേണ്ടതെന്ന് വെച്ചാൽ സ്ട്രാപ്പ് അവിടെ ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടാണ് ലൈനിങ് വെച്ചിട്ട് അടിക്കുന്നത്. അപ്പം ആ മെഷർമെൻ്റ് ഒന്നും തെറ്റാതെ വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങിപ്പോകാതിരിക്കും. എന്നിട്ടിപ്പം ഞാനിവിടെ ലൈനിങ്ങും കൂടെ വെച്ച് അടിച്ചെടുക്കുന്നുണ്ട്. ആ വി ഒക്കെ നല്ല ഷാർപ്പായിട്ട് തന്നെ ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും. ഇത് നേരെ തിരിച്ചിടുമ്പോൾ ആ വി ഭാഗം വരുന്നിട്ട് ഒരു ചെറിയൊരു കട്ട തയ്യലിനകത്തോട്ട് കയറാതെ ഒരു കട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ടാൽ നല്ല ഷാർപ്പായിട്ടുള്ള വി പാറ്റേൺ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് ഫ്രണ്ട് പോർഷന് ഞാൻ ഇതുപോലെ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്തിട്ടാണ് ലൈനിങ് വെച്ച് അടിക്കുന്നത്. ലൈനിങ് വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, ഞാൻ പിന്നെ ലൈനിങ് വെച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ പതിച്ചടിച്ചും കൂടെ എടുക്കാം. ഞാൻ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിൽ നമുക്കിനി ഇൻസൈഡ് ഔട്ടായിട്ട് എടുക്കാം. ഞാൻ ഒന്നും കൂടെ ഒന്ന് സെക്യൂർ ചെയ്യാനായിട്ട് 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്ക് പോർഷനും ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് സിസേഴ്സൊക്കെ കെട്ടിയിട്ട് ആ ഷാർപ്പായിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് കയറ്റിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ജസ്റ്റ് അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം. എന്നിട്ട് ലൈനിങ്ങും ആ മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് ഒരുമിച്ചൊന്ന് ജോയിൻ ചെയ്തടിച്ചിരിക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ്. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ലൈനിങ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഞാൻ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ അതേ ഇവിടെ എക്സസ് ആയിട്ടുള്ള എല്ലാം കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും യോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഗ്യാദേഴ്സും കൂടെ കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഇവിടെ റെഡിയാവും. അപ്പോൾ അതേ ഞാൻ ഇങ്ങനെ ചുരുക്കിയാണ് ഗ്യാദേഴ്സ് ഇടുന്നത്. നമ്മൾ കറക്റ്റ് പ്ലീറ്റ് ഒന്നും വരണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഗ്യാദേഴ്സ് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ യോക്ക് പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. ഓൾമോസ്റ്റ് ഇവിടെ ഗ്യാദേഴ്സ് ഒക്കെ ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ യോക്ക് പോർഷനുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. രണ്ടടി എടുത്ത് നമുക്കൊന്ന് സെക്യൂർ ചെയ്യാം. അതാകുമ്പോൾ തയ്യലൊന്നും പൊട്ടിപ്പോകത്തില്ല.
ദേ ഇവിടെ ഞാൻ യോക്ക് പോർഷനും ആ ഗ്യാദേഴ്സ് വരുന്ന പോർഷനും കൂടെ സ്റ്റിച്ച് ചെയ്ത് ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇത് സെയിം ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴ്വശം ഒന്ന് മടക്കി അടിക്കാനും കൂടെ മറക്കല്ലേ, ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പോർഷനും ഇത് ബാക്ക് പോർഷനുമാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു ഡ്രസ്സിൻ്റെ മോഡലാവും. നമുക്ക് അറ്റത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം. ലോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ അറ്റത്തൊന്ന് മടക്കി അടിക്കുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതിന് അറ്റവും ഭാഗവും കൂടെ ഒന്ന് മടക്കി അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ടോപ്പാവും. ഇനിയുള്ളത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനത്തെ ഡിസൈൻ മതിയെന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്താലും മതി. ഇനി നമുക്ക് ബാക്കിൽ ആ ലൂപ്പ് കൊടുത്തിരിക്കുന്നിടത്ത് ഒരു ബട്ടൺ കൊടുക്കണം. അവിടെ ലൂപ്പായത് കാരണം കുറച്ച് വലിയൊരു ബട്ടണാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു വലിയൊരു ബട്ടൺ എടുത്തിട്ട് സൂചി നൂലും കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, കൈകൊണ്ട്. കണ്ടോ? അപ്പോൾ നമുക്ക് തലയൊക്കെ കയറ്റാനും ഊരാനും എടുക്കാനും എല്ലാം എളുപ്പമായിരിക്കും ഇങ്ങനൊരു ലൂപ്പ് ഇവിടെ ബാക്കിൽ കൊടുക്കുമ്പോൾ. അതുകൊണ്ട് ഇത്രയും തന്നെ നമുക്കൊരു ഡ്രസ്സ് ഒരു ടോപ്പായിട്ട് ഉപയോഗിക്കാം. ഒരു ജീൻസിൻ്റെ കൂടെയോ ഷോർട്സിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാനായിട്ട്, കുട്ടികൾക്കോ അല്ലെങ്കിൽ മെഷർമെൻറ്റ് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയവർക്ക് വേണമെങ്കിലും ഈ സെയിം പാറ്റേണിലുള്ളൊരു ഡ്രസ്സ് ചെയ്യാം. എന്നിട്ട് ഇനി ഞാനാണെങ്കിൽ രണ്ട് ക്ലോത്ത് ഇങ്ങനെ നടുക്കൂടി ഇങ്ങനെ മടക്കി എടുക്കുന്നുണ്ട്. ഫ്രണ്ടിലൊരു ബോ ചെയ്യാനും വേണ്ടിയിട്ടാണ്. രണ്ട് ക്ലോത്ത് ഒരുമിച്ച് വെച്ചിട്ട് നടുക്കൂടെ മടക്കി എടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആദ്യം കൊടുക്കുന്നുണ്ട്, ഒന്ന് ലെവലാവാനും വേണ്ടിയിട്ട്. ഒരു റഫായിട്ടൊരു ലൈൻ കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു 5.5 ഇഞ്ചാണ് താഴോട്ട് മാർക്ക് ചെയ്യുന്നത്. 5.5 ഇഞ്ച് നീളം, 5.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ 5.5 ഇഞ്ച് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഈ പെന്നൊന്ന് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ, കാരണം കുറച്ച് ട്രാൻസ്പെറൻറ്റോ അല്ലെങ്കിൽ വെള്ള തുണിക്കൊക്കെ ആണെങ്കിൽ ഈ പെന്ന് ഉപയോഗിച്ചാൽ പെട്ടെന്ന് കാണാനൊക്കും. അതിന് പകരം ഹീറ്റ് റൈസബിൾ പെന്ന് ഉപയോഗിക്കാം. അതാകുമ്പം അയൺ ചെയ്യുമ്പോൾ ജസ്റ്റ് അങ്ങ് മാറും. എന്നിട്ട് നമുക്ക് ആ വരച്ച ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പീസ് കിട്ടും. എന്നിട്ട് നമുക്കിതേ ഈ ഫുള്ള് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് നടുക്കുന്ന് ഒരു കുറച്ച് ഭാഗം വിട്ടിട്ട് ബാക്കി ഫുള്ള് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശം അകത്തായിട്ട് വേണേ സ്റ്റിച്ച് ചെയ്യാൻ. കണ്ടോ, കുറച്ച് ഭാഗം വിടണം. അത്രയും ഭാഗം വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതായത് നമുക്ക് അകത്ത് ഭാഗം തിരിച്ചെടുക്കാനും വേണ്ടിയിട്ട് ആ ഹോളിൽ കൂടി നമുക്ക് ആ നല്ല വശം ഒരു സ്കെയിലോ സിസേഴ്സോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് തിരിച്ചെടുക്കാം. അവിടെ ആ എഡ്ജൊക്കെ ഒന്നൊരു സിസേഴ്സോ പെൻസിലോ എന്തെങ്കിലും കൊണ്ടൊന്ന് ഷാർപ്പായിട്ടുള്ള സാധനം കൊണ്ട് അതങ്ങനെ എടുക്കാം. എന്നിട്ടാണെങ്കിൽ ആ നമ്മളൊരു ഹോൾ ഇട്ടില്ലേ, ആ ഭാഗം തയ്ച്ച് വെക്കാൻ മറക്കല്ലേ. ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല ആ പോർഷൻ. എന്നിട്ട് ഇത് നടുക്കൂടെ മടക്കിയിട്ട് ആ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ചുരുക്കി പിടിക്കുക. ഇപ്പം തന്നെ ഒരു ബോയായി. എന്നിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ റഫായിട്ടൊരു നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ കെട്ടി വെച്ചിട്ട് ഒരു ബാൻഡ് പോലെ ഞാൻ നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്തായിരുന്നു. ജസ്റ്റ് ഒരു തുണി ഇങ്ങനെ മടക്കിയും കടിച്ചാൽ മതി. എന്നിട്ട് ആ ബെൽറ്റ് പോലെ നടുക്കെന്താ ആ ബോയുടെ നടുക്ക് ഇങ്ങനെ ഒരു ബാൻഡ് പോലെ ഒരു ബെൽറ്റ് പോലെ ഒരു സാധനം വരുമല്ലോ, അത് ചെയ്യാനായിട്ടാണ്. എന്നിട്ട് ഞാനതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് സൂചി നൂലും കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആ ഫ്രണ്ട് പോർഷനിലോട്ട് ഇത് വെച്ചിട്ട് ആ മിഡിൽ പോർഷനിൽ ഒന്ന് സൂചി നൂലും കൊണ്ടൊന്ന് കുത്തിക്കെട്ടി എടുക്കാം. എന്നിട്ട് ആ അറ്റ ഭാഗവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം, മുകൾ വശം. അല്ലെങ്കിൽ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കിടക്കും. കറക്റ്റായിട്ട് ആ ബോ അങ്ങനെ സ്റ്റഡി ആയിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഡ്രസ്സിൻ്റെ വീഡിയോ. സ്ട്രാപ്പൊക്കെ ഒന്ന് ടൈ ചെയ്ത് വെക്കാം. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിനെ തിരക്കണമെന്നുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് തികയ്ക്കാനൊക്കത്തുള്ളൂ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത്രയും നേരം കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അപ്പം ഇത്രയുള്ള ഡ്രസ്സിൻ്റെ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസായിട്ടൊക്കെ വരുന്നിടം വരെ ബൈ ബൈ.